കാസ്പ്ലോവിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും യാത്രയിലാണ്. യാത്ര വേറെ എങ്ങോട്ടുമില്ല, കമ്പത്തിലോട്ടാണ്. കൂടെ ഉള്ളത് അജിത് മോഹനാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇവിടുന്ന് താണ്ടുന്നത് തമിഴ്നാട്. ഒരു 1/2 കിലോമീറ്റർ കഴിയുമ്പോൾ ഇവിടെ കുമ്മളി ബോർഡർ കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡർ. പിന്നെ നമ്മൾ നേരെ കമ്പം, തേനി, മധുര, ചെന്നൈ, മേട്ടുപ്പാളയം ടൗണാണ്. കുമ്മളി ടൗണ് കാണാത്തവരൊന്ന് കണ്ടു. ഇപ്പൊ നല്ല മഴ പെയ്ത് അളിഞ്ഞു കിടക്കും. കുമ്മളി ടൗൺ കാണണമെങ്കിൽ നിങ്ങൾ ഈവനിങ് ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി ലൈറ്റുമായിട്ട് നടക്കണം. ടൂറിസ്റ്റുകള്, ഫോറിനേഴ്സ് എല്ലാവരും വരുന്ന ടൈം. പക്ഷെ കമ്പാരിറ്റീവ്ലി കുമ്മളിയിലെ ടൂറിസ്റ്റിന്റെ ഒരു ഇത് മാറി. കുറെ തമിഴ്നാട് ബോർഡർ. പോലീസുകാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഇപ്പൊ എന്നാന്ന് വെച്ചാല് ഇതേപോലെ തന്നെ ഒരു ഇതുണ്ട്, കമ്പംമെട്ട് അറിയാമല്ലോ. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. പക്ഷെ കുറച്ചും കൂടെ റോഡൊക്കെ ബെറ്റർ ഇവിടെയാ. ആ റോഡ് കമ്പംമെട്ട് റോട്ടിൽ നിന്ന് അങ്ങോട്ട് നെടുങ്കണ്ടം ആ ഏരിയയിലോട്ട് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡ് വളരെ മോശമാണ്. അവിടെ കണ്ടോ പുതിയ ബസ് സ്റ്റാൻഡ് പണിയുക. അതല്ലേ തമിഴ്നാടിന്റെ. കാണുന്ന കേട്ടോ പുതിയ ബസ് സ്റ്റാൻഡ്. അതായത് ഈ ബസ്സുകളെല്ലാം അവിടെ സ്റ്റേ ആവും. ട്രാഫിക് ഇല്ല. ഈ രണ്ട് സൈഡിലും ബസ് എടുക്കുന്നതാണ് ഇവിടുത്തെ ട്രാഫിക്കിന്റെ പ്രശ്നം. ഇവിടെ അടിപൊളിയായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പണിയുന്നുണ്ട്. ആണല്ലേ. ഇപ്പൊ നമ്മള് പോകുന്നത് ഫോറസ്റ്റിനകത്തൂടെയാണ്. കമ്പത്തോട്ട് പോകാൻ നേരത്ത് ചെറിയ ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിന്റെ ലോവർ ക്യാമ്പ് എന്ന് പറയുന്ന ഈ പോർഷൻ വരെ ഉള്ളു ഫോറസ്റ്റ്. ഇപ്പൊ ഫോറസ്റ്റ് ഏരിയ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിന് താഴോട്ടാണ് ഏരിയ വരുന്നത്, ആളുകൾക്ക് താമസിക്കുന്ന ഏരിയ. കമ്പത്ത് തന്നെയാണോ പരിപാടി നമ്മൾക്ക്? കമ്പത്ത് മെയിൻ കമ്പത്തെ ചായ. ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ പറയുമായിരിക്കും കമ്പത്തെ ചായ അല്ല എന്ന്. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നമ്മുടെ കേരളത്തിൽ കിട്ടുന്നതിൽ ഇച്ചിരി വെറൈറ്റി ആയിട്ട് ചായ കമ്പത്ത് കിട്ടും. കമ്പം തമിഴ്നാട്ടിൽ കിട്ടും, നമ്മുടെ കേരളത്തിലും കിട്ടും വെറൈറ്റി ചായകള്. പക്ഷെ ഇവിടുത്തെ ചായ വേറെ ടേസ്റ്റ്. അതിപ്പോ ഓരോ കമ്പത്തെ ചായ, കമ്പത്തെ കടികള് എല്ലാം വെറൈറ്റി കടികളാണ് ഇവിടെ. പിന്നെ സ്വീറ്റ്സ്, നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന സ്വീറ്റ്സിനേക്കാൾ മധുരം കൂടുതലാണ് ഇവിടെ ഉണ്ടാക്കുന്ന സ്വീറ്റ്സ്. കാരണം കൂടുതൽ ഷുഗർ ചേർക്കും. പിന്നെ ഇവിടെ നമ്മളുള്ള എല്ലാരും കഴിക്കുന്ന ഈ സ്വീറ്റ് തന്നെയാണ്. അങ്ങനെ പോകുന്നു. പിന്നെ മുന്തിരിപ്പാടവും പറ്റുമെങ്കിൽ നമുക്കൊന്ന് കാണാം. മുന്തിരിപ്പാടം ഓക്കെയാണ്, പക്ഷെ ഇപ്പം മഴ നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് വളരെ മോശമായിരിക്കും. പറ്റുമെങ്കിൽ കൊതുക് നല്ല കൊതുകുണ്ടായിരിക്കും. ഇപ്പം ഇപ്പോഴല്ലേ അങ്ങോട്ട് മഴ കാണുമോ? മഴ കാണണം. എന്തായാലും ബോർഡർ ആയതുകൊണ്ട് മഴ കാണാൻ ചാൻസ് ആയിരിക്കും. പോകെ നമുക്കറിയാലോ. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെള്ളം എടുക്കുന്ന ഇവര് തമിഴ്നാട്. അതല്ലാതെ തമിഴ്നാട് എടുക്കുന്ന വെള്ളമാണ് ഈ പൈപ്പ് ലൈൻ ഉണ്ട്, വലിയ പൈപ്പ് ലൈൻ. അതും നമുക്കിപ്പോൾ കാണിക്കാം. ആ പൈപ്പ് ലൈൻ വഴി എടുക്കുന്നുണ്ട്. അല്ലാതെ ഇറച്ചിപ്പാലം എന്ന് പറയുന്ന ഒരു സ്കീമായത്. ഇതാണ് ഇറച്ചിൽപ്പാലം ആണോ? ഇറച്ചിപ്പാലം അല്ലേ? ഇരച്ചിൽപ്പാലം അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെയല്ലേ പറയുന്നത് തമിഴ്നാടുകാർ പറയുന്നത്? ഇരച്ചിൽപ്പാലം. നമ്മൾ ഇരച്ചിൽപ്പാലം നമ്മളങ്ങനെ പറഞ്ഞത്. പേര് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ ഈ ഒരു സ്കീമിൽ വെള്ളം എടുക്കുന്നുണ്ട്. ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് പോകുന്നു. റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പോർഷനില്ലേ, ഇത് പെൻസ്റ്റോക്ക് പൈപ്പ്സ്. അപ്പം ഈ പൈപ്പ് വഴി അവർ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ന്യായമായിട്ട് വെള്ളം. എത്രയാണ് ഈ പൈപ്പിന്റെ കണക്ക് എന്ന് നമുക്കറിയത്തില്ല. ഒരുപാട് വെള്ളം ഇതുവഴി പോകുന്നുണ്ട്. എവിടെ? ലോവർ ക്യാമ്പ് അല്ലേ? ലോവർ ക്യാമ്പ്. ഈ പോർഷൻ വരെ ഒരു ഹില്ലി ഏരിയ ആയിരുന്നു നമുക്കിവിടെ. ഇനിയിപ്പോ താഴോട്ട് നല്ല ഒരു ഇപ്പൊ ലോയർ ക്യാമ്പ് ടൗൺ ആണ്. ഇപ്പൊ നമ്മൾ ടൗൺ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഏരിയ ഇത്രേ ഉള്ളൂ. ഇവിടുന്ന് ചെന്നൈക്ക് വന്ന് 551 കിലോമീറ്റർ, ബാംഗ്ലൂർ 501, മധുര 130 കിലോമീറ്റർ വരുന്നുണ്ട്. അതായത് ചെന്നൈയും ബാംഗ്ലൂർ ഇങ്ങനെ കിടക്കുക. അങ്ങനെ ഒരു സ്റ്റൈൽ. തമിഴ്നാടിന്റെ കോർ ഏരിയ ആണല്ലോ ചെന്നൈ. അവിടുന്ന് ഡീവിയേഷൻ എടുത്ത് ബാംഗ്ലൂരിന് പോകണം. ഓരോ ടൈമിൽ നമ്മൾ ഇവിടെ വരുമ്പോഴും ഇവിടെ എല്ലാം കൃഷിയിടങ്ങളാണ് കേട്ടോ. ഓരോ ടൈമിൽ ഇവിടെ വരുമ്പോഴും ഓരോ കൃഷിയാണ്. ഇവിടെ ഇപ്പം കടലയുണ്ട്, നിലക്കടലയുണ്ട്. നിലക്കടല ആണെന്ന് തോന്നുന്നു. നിലക്കടല പൂത്ത് നിൽക്കുവാന്ന് തോന്നുന്നത്. എനിക്ക് സംശയമാണ്, അറിയത്തില്ല.
കണ്ടോ അത് കണ്ടോ അങ്ങ് മോളിൽ കണ്ടോ. അത് കേരളം കേട്ടോ. ആ ഏരിയ ഫുള്ള് കേരള മേളിലുണ്ട്. ഇത് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഈ ഏരിയ ഫുള്ള് കടലായിരുന്നു. കടല് ഞാനും അങ്ങനെ തന്നെ കേട്ടിരിക്കുന്നുണ്ടോ. ആ പോർഷനും ഈ പോർഷനും ഇടത്തും വലത്തും ഫുള്ള് മലകളാണ്. അവിടെ മല നടുക്ക് ഫുള്ള് കടലായിരുന്നു. ഇവിടെയും കടലാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എത്രത്തോളം സത്യമുണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. പെരിയാർ പവർ സ്റ്റേഷൻ. നമ്മുടെ വെള്ളം ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ. കുറച്ച് വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ട്. ബാക്കി വെള്ളം എവിടേക്കോ പോകുന്നുണ്ട്. ഈ കാണുന്നെല്ലാം മുന്തിരിത്തോട്ടോ കേട്ടോ. ഈ സൈഡിലൊക്കെ അത് മുന്തിരിപ്പാടം. ഇതുണ്ടോ മുന്തിരിപ്പാടം കണ്ടോ. മുന്തിരിപ്പാടോ. മധുരയ്ക്ക് 126 കിലോമീറ്റർ ഉള്ളൂ. തേനിക്ക് 51 ആണല്ലേ. ഇത് ബൈപ്പാസ്. അങ്ങോട്ട് ഗൂഡല്ലൂര് സിറ്റി ആണല്ലേ. ഇത് ബൈപ്പാസ്. ഞാൻ ഈ ബൈപ്പാസ് പണിയുമ്പോഴാണ് ഇവിടെ ഇങ്ങ് വന്നത്. ബൈപ്പാസ് പണിയും പണ്ട് ഇതിലല്ലേ കമ്പം പോകുന്നത്. ഇതിലാ പോണമായിരുന്നു. ഈ ബൈപ്പാസ് വന്നപ്പോ നമുക്ക് നേരെ ഗുണം ബൈപ്പാസ് വന്നെങ്കിൽ പോലും ഈ സിറ്റികളിൽ അത്യാവശ്യം തിരക്കുണ്ടല്ലേ. തിരക്കെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. എന്നിട്ട് പോലും പക്ഷെ ബൈപ്പാസ് ലോങ് പോകുന്ന ആളുകളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. കാളയാണോ? കാള ജല്ലിക്കെട്ട് കാളന്നൊക്കെയാണ്. ജല്ലിക്കെട്ട് കാള ഇതാണോ? ഞാൻ കേട്ടതാണ്. ഇവിടെ കേട്ടതാ കേട്ടോ. പറഞ്ഞു. തമിഴ്നാട്ടിൽ ഏതെങ്കിലും സ്ഥലം കുറച്ചൊരു 1 ഏക്കർ സ്ഥലം ഉണ്ടോ അല്ലെ 1 ഏക്കറോ അല്ലെങ്കിൽ സ്ഥലം ഉള്ളവര് ഇതിനെ ആ പറമ്പിലോട്ട് ഇറക്കി വിടും കുറച്ച് ദിവസത്തേക്ക്. അപ്പൊ എന്നാ സംഭവിക്കുന്ന വെച്ചാൽ ഇത് ചാണകമെല്ലാം ഇട്ട് ആ ഏരിയ ഒന്ന് മൊത്തത്തിൽ ചാണകമാകുമല്ലോ ഫുഡെല്ലാം കഴിച്ച്. അപ്പൊ ഒരു വളവുമായി അത് തന്നെ നടക്കും. പിന്നെ ഉഴുതു മറിക്കും. അപ്പൊ അത് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ലൊക്കേഷൻ മാറുകയും ചെയ്യും. കുഞ്ഞുങ്ങൾ അവിടെ തന്നെ ഇട്ടുണ്ടാകും. അങ്ങനെ അവര് നടന്ന് നീങ്ങി അങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ആളുകൾക്ക് വേണ്ടവർക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സ്കീം. പക്ഷെ ഇവിടെയുള്ള ആൾക്കാരെ നമ്മൾ സമ്മതിക്കണം, നല്ല രീതിയിൽ അധ്വാനിക്കാൻ എല്ലായിടത്തും അധ്വാനിക്കാൻ മനസ്സുള്ളവർക്ക് വിജയമുണ്ട്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആണ്. പട്ടിയെ പോലെ പണിയെടുക്കുക, കാശുണ്ടാക്കുക. അതിന് പട്ടിയെ പോലെ പണിയെടുക്കുക. നമ്മളൊക്കെ ഓഫീസിലും അവിടെ ഇവിടെ ഇരുന്ന് പണിയാൻ വേണ്ടി നോക്കുന്നതുകൊണ്ടാണ് നല്ല രീതിയിൽ കാശുണ്ടാക്കി. കൃഷിയിലേക്ക് വരുവാണെങ്കിൽ നല്ല രീതിയിൽ ക്യാഷ് വരാം. ഇവിടെയുള്ള ആൾക്കാരുടെ കമ്പത്തുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പക്ഷേ ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് തമിഴ്നാട് വന്നു കഴിഞ്ഞാൽ വൃത്തിയില്ല, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഏറ്റവും കൂടുതൽ ഫണ്ടും നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കുന്നത് അവർ തന്നെയാണോ. ഇവിടെ ഇപ്പൊ ചെറിയൊരു മാടക്കട വെച്ചേക്കുന്നവർക്ക് പോലും നല്ല രീതിയിൽ നല്ല ക്യാഷ് ഉണ്ട്. ഇതുണ്ടല്ലോ ഇവരൊക്കെ മാമ്പഴം മാത്രം വെക്കുന്ന ആൾക്കാർ. ഇവരുടെ നല്ല ക്യാഷ് ആയിരിക്കും. മാർജിനൊക്കെ കിട്ടുവോ ഇല്ലയോ എന്നുള്ളതല്ല ഇതിനകത്ത്. അതെ ഡെയിലി ഇവര് കഷ്ടപ്പെടും. മഴയാണ് വെയിലാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുക. ഒരു ചെറിയൊരു ടീ ഷോപ്പായത്. ടീ ഷോപ്പിന്റെ അവിടെ വണ്ടി നോക്കാം. ഒരു ചായ കുടിക്കാം. ചായ കുടിക്കല്ലേ? ചായ കുടിക്കുക. ബനാന കേക്ക് ഇതെങ്ങനെയുണ്ട് സാധനം? ഇത് നമ്മുടെ റോബസ്റ്റ പഴമില്ല, അത് അരച്ചുണ്ടാകും. കഴിച്ചു ഞാനത് കഴിച്ചു നോക്കാം. കണ്ടു പറയാം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചായ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇനി അങ്ങോട്ടാണോ? കമ്പം വണ്ടി എടുക്കാനായിട്ട് പോവാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ഇടമാണ്. പിന്നെ ആർത്തി ബേക്കറി ആൻഡ് ഹോട്ടൽ ശ്രീ കുമാർ. നീറ്റ് വാഴയില. ഈ വാഴയില നമ്മൾ കേറ്ററിങ്ങിന് എടുക്കുന്നത് സീസൺ ടൈമിലാണ് 7 രൂപ വരും ഒരു വാഴയിലേക്ക്. ഇങ്ങനെയിട്ട് കഴുകിയിട്ട്
ഇങ്ങനെ ഒഴിക്കുന്നു, അങ്ങനെ ഒഴിച്ചിട്ട് ഇതിലോട്ട് ഇടുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ കാറ്റടിച്ചാൽ പോലും പറക്കത്തില്ല. അതാണ് ടെക്നിക്ക്. പയ്യെ 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 അത് തന്നെ. ഇനിയിപ്പം ആര് വന്ന് പിടിച്ചാലും വേറെ പോകുന്നില്ല. ഫുഡ് പറഞ്ഞാക്കുന്നത് ചപ്പാത്തിയും പിന്നെ എന്നാടാ? ചപ്പാത്തിയും ചുക്ക, ചിക്കൻ ചുക്ക. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ചപ്പാത്തി, പറഞ്ഞോ 2 ഉരുള, ടീ കോഫി, ചായ കോഫി എന്തായാലും പറ 2 കോഫി, 2 വിത്തൗട്ട്, 2 വിത്തൗട്ട്. ചിക്കൻ ചുക്ക, ഇത് ഷവായി. തമിഴ്നാട്ടിലെ ചിക്കൻ ചുക്ക ആദ്യമായിട്ട് കഴിക്കും. നല്ല ടേസ്റ്റ് കൊള്ളാം കേട്ടോ. ഇതിനാണ് മസാല പോട്ട, പരിപ്പുവട, സൂപ്പർ പരിപ്പുവട. കുറേ പരിപ്പുവട കൊള്ളാം കേട്ടോ. നല്ല മൊരിഞ്ഞ പരിപ്പുവട. അങ്ങനെയുണ്ട്. പിന്നെ ഞങ്ങൾ ഇതൊന്ന് കഴിച്ചിട്ട് വരാം. അണ്ണേ താങ്ക്സ്. കൊള്ളാം കേട്ടോ, നല്ല ഫുഡായിരുന്നു. എന്തായാലും ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ തിരിച്ച് എങ്ങോട്ടാണോ? നേരെ വീട്ടിലോട്ട് 20 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നേരെ നമ്മൾ കുമ്മളിക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. വന്ന സ്ഥിതിക്ക് വീട്ടിലേക്ക് കുറച്ച് മുന്തിരി വാങ്ങാം. എவ்வளோண்ணா മുന്തിരിക്ക്? 1 കിലോ 60. 1 കിലോ 60. ഇത് 2 കിലോ 2 കിലോ 120. അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിങ്ങയാണ്. ഓക്കെ 2 kg. യെസ്. അങ്ങനെ മുന്തിരി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ചിനി നേരെ മണ്ടിലോട്ട് കയറുക. ₹120 മുന്തിരിങ്ങ മടിയിലിരിക്കുക. 120 രൂപ. നമ്മളവിടെ എത്രയാടാ? നമ്മളുടെ 80 1 കിലോയ്ക്ക്. 20 രൂപ കുറവുണ്ട്. പിന്നെ ഓർഗാനിക് എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഓർഗാനിക് ഒന്നുമില്ല, വിഷാംശം കാണും. ഉള്ളത് പറയാം, നല്ല രീതി വിഷാംശം കാണും. കാണത്തില്ലേ? ഉറപ്പായിട്ടും കാണും. അപ്പോൾ മുന്തിരി വാങ്ങിച്ചു. ഇനി ഞങ്ങൾ നേരെ പോട്ടെ. ഞങ്ങളിനി കുറച്ച് കഥകളൊക്കെ പറഞ്ഞിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. അപ്പോൾ ബൈ, ടാറ്റാ.